മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഓർത്തഡോക്സ് സഭ മറുവിഭാഗത്തിന് നിയമപരമല്ലാത്ത ആനുകൂല്യങ്ങൾ വാഗ്ദാനം നൽകി കയ്യടി വാങ്ങാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. തർക്കവിഷയങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുന്നതിന് പകരം ഒരു വിഭാഗത്തിന് മാത്രം വക്താവായി മുഖ്യമന്ത്രി മാറിയത് വേദനാജനകമാണെന്നും അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നും സഭാ പ്രതിനിധികൾ പറഞ്ഞു. പുത്തൻകുരിശിൽ നടന്ന യാക്കോബായ സഭയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണ് ഓർത്തഡോക്സ് സഭയുടെ അതൃപ്തിക്ക് കാരണം. ഒരു കാര്യം ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു സഭ എന്ന നിലക്കുള്ള നിങ്ങളുടെ അസ്തിത്വം അതേ രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. യാക്കോബായ സഭയുടെ അസ്തിത്വം നിലനിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് ഓർത്തഡോക്സ് സഭയുടെ വിമർശനത്തിന് കാരണം. മുഖ്യമന്ത്രി നടത്തിയത് ഭരണഘടനാ ലംഘനം. ഓർത്തഡോക്സ് സഭയോട് തികഞ്ഞ അവഗണനയും നിഷേധാത്മകമായ സമീപനവുമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ആട്ടിൻതോലിട്ട ചെന്നായ എന്ന പ്രയോഗം ആരെക്കുറിച്ചാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ഓർത്തഡോക്സ് സഭാ നേതൃത്വം. നിഷ്പക്ഷത പാലിക്കേണ്ട ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിഷ്പക്ഷത പാലിക്കുക എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പോകണമെന്ന് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞ് നിയമം നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരാളാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പല പ്രാവശ്യം വിധി വന്നിട്ട് അതിന് ആത്യന്തികമായൊരു വിധി വന്നിട്ടും വീണ്ടും അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വളരെ ശക്തമായൊരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനത്തിന് ഓർത്തഡോക്സ് സഭ എതിരല്ല. എന്നാൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ആഹ്വാനം പരസ്യമായി നടത്തുന്നത് നിയമലംഘനമെന്നും കുറ്റപ്പെടുത്തൽ. യാക്കോബായ സഭയെ പിന്തുണച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ തന്ത്രമായും ഓർത്തഡോക്സ് സഭ വിലയിരുത്തുന്നു. മീഡിയ 1 കോട്ടയം.